ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ രൺബീർ കപൂറിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ആക്ടിംഗിൽ കുറവായും പെൺകുട്ടികളിൽ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. രൺബീർ ഇത് അംഗീകരിക്കുന്നതിൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും കാണില്ലെന്ന് തോന്നുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് സർ. ഇതിൻ്റെ പിന്നിൽ ഐ തിങ്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഞാനൊരു പടം ചെയ്തിരുന്നു, ബച്ചന ഹസീനോ. അതിൽ എനിക്ക് 3 പെൺകുട്ടികളുമായി അഫെയർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒളിച്ചോടി പോവും, അവസാനം അവരെന്നെ ഒരു പാഠം പഠിപ്പിക്കും. സോ ഐ തിങ്ക് അത് അവിടെ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കുമെന്ന് ജനങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയത് അതുമുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ സ്റ്റാർസ് ഒന്നുകിൽ കല്യാണം കഴിഞ്ഞിരിക്കും, അതല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഇമ്രാൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, ഞാനേ ഇപ്പോൾ ബാക്കിയുള്ളൂ. സോ എനിക്കിത് പറയാൻ ആഗ്രഹമില്ല, അത് നിങ്ങൾ വായിക്കുന്നതും കാണുന്നതും ഒക്കെ തെറ്റാണ് എന്ന്. പക്ഷേ എല്ലാം കുറച്ചധികം ഗ്ലാമറൈസ്ഡ് ആണ്, എല്ലാം കുറച്ച് ഓവറാണ്. രൺബീർ ഈ ഷോ സ്റ്റാർട്ട് ആവുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് ചില പെൺകുട്ടികൾ സംസാരിച്ചിരുന്നു. അവരോട് രൺബീറിനോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. രൺബീർ ഇപ്പോൾ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞു. സർ, ആരൊക്കെയാണ് ആ പെൺകുട്ടികൾ സർ? അത് അവരൊക്കെ ഇവിടെ നിങ്ങളെല്ലാവരെയും ഡേറ്റ് ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ സത്യം എന്താണെന്നാൽ, അതായത് ഹോണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാണ്, ഞാൻ ഒരുപാട് നാളായിട്ട് സിംഗിൾ തന്നെയാണ്. ഞാൻ റോക്ക് സ്റ്റാർ സിനിമയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഞാനൊരു നോർമൽ 28 വയസ്സുള്ള പയ്യനാണ്, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ഒരു പയ്യൻ. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളുടെ കൂടെ ഡിന്നറിന് പോകായിരുന്നു, സിനിമയ്ക്ക് പോകാമായിരുന്നു. പക്ഷെ കാര്യം എന്താണെന്നാൽ, ഞാൻ അധികം ആളുകളെ കണ്ടുമുട്ടാറില്ല. ഷൂട്ടില്ലാത്ത സമയം അധികവും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറ്. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ ഹീറോയിൻ ഉണ്ടാവും, അങ്ങനെ അവിടെ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ഡിന്നറിന് പോയാൽ അല്ലെങ്കിൽ പടം കാണാൻ പോയാൽ ആളുകൾ വിചാരിക്കും ഇവർക്കിടയിൽ എന്തോ ഉണ്ട്, ഇവർ അഫെയറിലാണ് എന്നൊക്കെ. പക്ഷെ അത്തരത്തിലൊന്നുമില്ല. കാരണം അത് താങ്കൾക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. जो भी प्यार से मिला हम उसी के होली है. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏത് ഹീറോയിനെ അഭിനയിച്ചാലും എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വരാറുണ്ട്. അവർക്കും എനിക്കും ഇടയിൽ ഒന്നുമില്ല, പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ലോയൽ തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും അത് ആരിൽ നിന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. യുനോ ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും. പക്ഷേ ഇപ്പോൾ റിയലി സർ, ഞാൻ പ്രോമിസ് ചെയ്യാണ് സർ, സത്യമായിട്ടും ഞാനിപ്പോൾ റിലേഷൻഷിപ്പിൽ അല്ല. ആൻഡ് അത് സത്യമാണ് സർ. എന്റെ കയ്യിൽ ഒരു മാഗസീൻ ഉണ്ട്. ഇതിൽ താങ്കളെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ ഇഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇവര് എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ, താങ്കളുടെ അഫയേഴ്സിനെ കുറിച്ച് 6 പേജിനാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ മിസ്റ്റർ കാസിനോവ. ആണോ? കള്ളം, എല്ലാം കള്ളമാണ് സർ. അത് കള്ളമാണ് സർ. പിന്നെ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, സാവരിയുടെ സമയത്ത് സോണമിനൊപ്പം താങ്കളുടെ പേരും വന്നിരുന്നു. പാവം, ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് അവര് കരിയർ നന്നാക്കാൻ വേണ്ടി. ഇല്ല സർ, അത് പൂർണ്ണമായും തെറ്റാണ്. ഇതും കള്ളമാണോ? തെറ്റാണ് സർ. അതിനുശേഷം ദീപികയോടൊപ്പം ബന്ധമുണ്ടായിരുന്നു, താങ്കൾ ഇത് പബ്ലിക്കായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അത് സത്യമാണ് സർ, സത്യമാണ്. പിന്നെ ദീപിക കള്ളത്തരം കൈയോട് പിടിച്ചു. സർ, സത്യത്തിൽ അത് ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിരുന്നു, പക്ഷേ അത് വലിയ ഇഷ്യൂ ആയി മാറി. അങ്ങനെയൊന്നുമില്ല സർ, ഞാനും ദീപികയും ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ റിലേഷൻ എന്തുകൊണ്ട് ബ്രേക്ക് ആയെന്ന് വെച്ചാൽ അത് പേഴ്സണലാണ് സർ. ആളുകൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മനസ്സിലാക്കില്ല, എസ്പെഷ്യലി അവളൊരു പെണ്ണായതുകൊണ്ട്. ഫ്യൂച്ചറിൽ അവൾ കല്യാണം കഴിക്കാൻ പോവാണ്. ഐ തിങ്ക് പെൺകുട്ടികളെ പറ്റി സംസാരിക്കുന്നത് അൺഫെയർ ആണ്. ഞാൻ അവളെ പറ്റി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സർ. താങ്കളുടെ സെന്റിമെന്റിനെ ഞാൻ ബഹുമാനിക്കുന്നു. താങ്ക് യു സർ. താങ്കൾ പറയാത്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവരെന്താ പറയുന്നത് വെച്ചാൽ, ഒരു TV ഷോയിൽ അവർ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ, രൺബീർ ഈസ് എ റൈറ്റ് പേഴ്സൺ ടു എൻഡോസ് കോണ്ടംസ്. ഐ തിങ്ക് അവർ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരുപക്ഷെ യൂത്ത് അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ കോണ്ടംസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സേഫ് സെക്സിന് അത് പ്രധാനമാണ്. സോ ഞാനൊരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ തെറ്റായിട്ട് എടുക്കില്ല. ബട്ട് ഇറ്റ്സ് നൈസ്. ഓക്കെ, ഐ വിൽ ട്രൈ എൻഡോഴ്സ് കോണ്ടംസ്. അവർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കത്രീന കൈഫിന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യണമെന്നാണ്. സർ, ഞാൻ കത്രീന കൈഫിൻ്റെ സെക്രട്ടറിയും അല്ല, അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുമല്ല. സോ അവർക്ക് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പുറകിലുള്ള ലെയർ എന്താണെന്ന് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള ലെയർ ഇതാണ്. താങ്കൾ അമേരിക്കയിൽ ഷൂട്ടിങ്ങിനുള്ള സമയത്ത് അവര് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, കത്രീന താങ്കളെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നോ ഇല്ലയോ? ഇല്ല സർ, ആക്ച്വലി കത്രീന കൈഫിന്റെ കാര്യം, അവരൊരു വലിയ സ്റ്റാർ, അവർക്കങ്ങനെ ആരെയും രഹസ്യമായിട്ട് കാണാനൊന്നും പറ്റില്ല. അത് ഉറപ്പായും ജനങ്ങൾ മനസ്സിലാക്കും. സോ ഇതൊരു തെറ്റായ ആരോപണമാണ്.
അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അമേരിക്കയിൽ അഞ്ചാനി അഞ്ചാന്റെ ഷൂട്ടിങ്ങിന് പോയതാണ്. അവിടെ എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പടത്തിന്റെ ഡയറക്ടർ സിദ്ധാർത്ഥ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാർ. അവിടെ ആരും വന്നിട്ടില്ല. പിന്നെ പ്രിയങ്ക ചോപ്ര അവിടെ ഉണ്ടായിരുന്നു. അതെ, അവിടെ പ്രിയങ്ക ചോപ്രയും ഉണ്ടായിരുന്നു. ആ, അവരെക്കുറിച്ച് ഈ മാഗസീനിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പ്രിയങ്ക ചോപ്രയോടൊപ്പം താങ്കൾക്ക് 5ാമത്തെ അഫയർ ആണ്. സാർ, ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതൊന്നും ഉള്ള കാര്യമല്ല. സാർ, താങ്കളിപ്പോൾ ഈ പറയുന്ന ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇന്ത്യൻ സിനിമയിലെ വലിയ സ്റ്റാറുകളാണ്. ദേ ആർ ഓൾ ബ്യൂട്ടിഫുൾ വിമൻ. എനിക്ക് അവരുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദമുണ്ട്. ഞങ്ങൾ പരസ്പരം ഫോൺ ചെയ്ത് സംസാരിക്കും, മെസ്സേജ് അയക്കും, പരസ്പരം കണ്ടുമുട്ടും. എന്ന് വെച്ചാൽ അതൊന്നും വേറൊരു അർത്ഥത്തിലല്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ അഫെയർ ഉണ്ടാവുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കത്രീന കൈഫിക്ക് താങ്കൾ രാജ്നിധി സിനിമയിൽ ഹിന്ദി പഠിപ്പിച്ചു കൊടുത്തു? അല്ല സാർ, എൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല. കത്രീന കൈഫ് എന്നെക്കാളൊക്കെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അവർ ഇന്ന് വലിയൊരു സ്റ്റാറാണ്, അതും ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിക്കകത്ത്. സോ അവരെ ഹിന്ദി പഠിപ്പിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. അവർ വളരെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും സാർ. പിന്നെ താങ്കളുടെ സൗഹൃദം കുറച്ച് കൂടിയപ്പോൾ സൽമാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നു? ഒരിക്കലുമില്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് ആ ഒരു വാർത്തയും മാധ്യമങ്ങൾ വെറുതെ പെരുപ്പിച്ച് കാണിക്കുന്നതാ, അത് വളച്ചൊടിക്കുന്നതാ. സൽമാൻ സാറിന് ഞാനായിട്ടും എൻ്റെ ഫാമിലിയായിട്ടും വളരെ അടുത്ത ബന്ധുവാണുള്ളത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ ഫിലിം ജേണി തുടങ്ങിയത് സാവരിയിലാണ്. സാവരിക്കും മുന്നേ അദ്ദേഹം എന്നെ ഒരിക്കലും ഫിലിം സിറ്റിയിലേക്ക് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ഹെയർ കട്ട് ചെയ്തു തന്നു, അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റിനെ കൊണ്ട്. അദ്ദേഹം എന്നെ ഫോൺ വിളിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ആദ്യ പടത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും ആരോ സ്പ്രെഡ് ചെയ്ത റൂമർ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. റൂമറുകളെ കുറിച്ച് ഈ മാഗസീനിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റൂമറാണെന്ന് പറയുന്നത്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ലേറ്റസ്റ്റ് റൂമർ ഇവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, മിസ്റ്റർ രൺവീർ കപൂർ ഇദ്ദേഹം ഒരു ലവർ ബോയാണ്, ഇദ്ദേഹം നർഗീസിനെ ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് എഴുതി. ഞാൻ വേണമെങ്കിൽ ഹിന്ദി ടീച്ചറാവാം സാർ. അല്ല സാർ, നർഗീഷ് ഉണ്ടല്ലോ, അവര് അമേരിക്കയിലാണ് ഉണ്ടാവുക. അവർക്ക് ഒരു ഹിന്ദി വാക്ക് പോലും അറിയില്ല. വന്ന സമയത്ത് അവർക്ക് ഒരു വാക്ക് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളെല്ലാം പേടിച്ചു പോയി, അവരെങ്ങനെ ഒരു ഹിന്ദി പടം ചെയ്യുമെന്നോർത്ത്. അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അതുപോലെ മനസ്സിലാവില്ല. മാത്രമല്ല അവർ ഹിന്ദി ഫിലിംസ് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അവർ ഒരു 4 മാസം കൊണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു ഹിന്ദി ടീച്ചറിന്റെ കൂടെ സിനിമകൾ കണ്ടു, ഹിന്ദി പാട്ടുകൾ കേട്ടു, ഡിക്ഷിങ് ചെയ്തു. ഇന്ന് അവർക്ക് എന്നേക്കാളും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാം. ആൻഡ് റോക്ക് സ്റ്റാറിൽ അവരുടെ കോൺട്രിബ്യൂഷൻ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നർഗീഷ് കോൺട്രിബ്യൂട്ട് ചെയ്ത അത്രയും വേറെ ഒരു ആക്ടറെ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ താങ്കളുടെ അമ്മയുടെ അടുത്ത് അവരെ ഇൻട്രൊഡ്യൂസും ചെയ്തു? അല്ല, ആക്ച്വലി അവരെൻ്റെ അമ്മയായിട്ട് വളരെ നല്ല ക്ലോസ് ആയി. ഇല്ല, ഞാൻ പറയട്ടെ. അത് എൻ്റെ അമ്മയ്ക്കും നർഗീഷിനും ഇടയിൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായി, അതും വളരെ പെട്ടെന്ന് തന്നെ. അവർ ആക്ച്വലി ഒരാഴ്ചയിൽ 3 ദിവസം എൻ്റെ അമ്മയുടെ കൂടെ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. അത് അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊരിക്കലും ഞാൻ കാരണമല്ല. അവർക്ക് എന്നെ അറിയാവുന്നത് കൊണ്ടല്ല അമ്മയുടെ കൂടെ അവർ ഫ്രണ്ടായത്. അവരുടെ ഫ്രണ്ട്ഷിപ്പിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. അവരെങ്ങനെയോ നല്ല ഫ്രണ്ട്സ് ആയി. ഇതേ മാഗസീനിൽ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. കത്രീന കൈഫ് താങ്കളോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നർഗീസിനെ താങ്കളുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെയൊന്നുമില്ല സാർ. അത് ആക്ച്വലി ആരും എന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല സാർ. ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു ബുക്ക് എപ്പോഴൊക്കെ ഞാൻ വായിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ചോദിക്കേണ്ടി വരുന്നു, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാത്തൊരു കാര്യം അവർ പെരുപ്പിച്ച് കാണിക്കും. അതൊക്കെ ഇരിക്കട്ടെ, ഞാനങ്ങ് വിട്ടേക്കാണ്. പക്ഷേ ഇമ്രാൻഖാൻ താങ്കളുടെ സുഹൃത്താണോ? നല്ല സുഹൃത്താണോ? നല്ല ഫ്രണ്ടൊന്നും അല്ല സാർ. ഇമ്രാൻഖാന്റെ കൂടെ ഞാൻ പറയട്ടെ. ഇമ്രാൻഖാന്റെ കൂടെ ഞാൻ 2 അവാർഡ് സെറിമണികൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. അദ്ദേഹം എൻ്റെ കണ്ടംപററി ആയിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് വന്നത്. സോ ഐ ഗസ് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യം, പുതുതായിട്ട് 2 പേര് വരുമ്പോൾ അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിൻ്റെത്, എൻ്റെ ലൈഫ് എൻ്റേത്. ഞാൻ എൻ്റെയും അങ്ങേരുടെയും പടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം താങ്കളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരു പക്ഷേ രൺവീറിന് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നിയാൽ അതിലെന്താ തെറ്റാണെന്ന്. സാർ, അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് എല്ലാം എൻ്റെ തലയിലേക്ക് ഇടാൻ നോക്കുക. ആക്ച്വലി ഐ തിങ്ക് അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞത് വളരെ ക്യൂട്ടാണ്. കാരണം ഇൻ്റർവ്യൂ സമയത്ത് എന്നെപ്പറ്റിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കാസിനോവ ഇമേജിനെ പറ്റി ചോദിക്കും. അപ്പോൾ എന്നെ ഡിഫെൻഡ് ചെയ്യും. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാറുണ്ട്, താങ്ക് യു എന്നും പറഞ്ഞ്. നിങ്ങൾ എൻ്റെ ഭാഗത്താണല്ലോ എന്ന്. ബട്ട് ശരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആണ്, പക്ഷേ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയില്ല. ഈ കാസിനോവ ഇമേജ് ഇല്ലേ, അത് ശരിയാണോ തെറ്റാണോ
അത് വേണോ അതോ വേണ്ടയോ? അതെനിക്കറിയില്ല സാർ. അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ഞാൻ കാസിനോവയാണോ അല്ലയോ എന്ന്. ഇവിടെ എൻ്റെ റോൾ ആക്ടിങ് ചെയ്യുക എന്നതാണ്. പിന്നെ ആളുകൾ എൻ്റെ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ എൻ്റെ ഫിലിംസിനെ പറ്റി പറയുന്നത്. പക്ഷേ ഇതിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് 80% ആളുകൾ എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഫിലിംസിനെ പറ്റി കുറച്ചേ ചോദിക്കൂ. അതുകൊണ്ട് ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എൻ്റെ ഫ്യൂച്ചറിൽ ആളുകൾ അങ്ങനെ ഇതൊക്കെ മറക്കും. പിന്നെ ഒരു നല്ല കുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ജീവിതത്തിൽ സെറ്റിൽ ആവണം. പിന്നെ ജനങ്ങൾ എൻ്റെ ഫിലിംസിനെ പറ്റി സംസാരിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. താങ്കൾ 6 ഹീറോയിൻസിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ 6 പേരുടെ കൂടെയും താങ്കളുടെ പേര് വന്നിട്ടുണ്ട്. അതെൻ്റെ ഭാഗ്യമാണ് സാർ. എനിക്കതേ പറയാൻ പറ്റൂ. ശരി, ഇവിടെ ഇരിക്കുന്ന പബ്ലിക്സിന് താങ്കളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നമുക്ക് ഓക്കെ നോക്കാം. സാർ, ആ, ചോദിച്ചോളൂ. താങ്കൾ തേർഡ് റോയിൽ. ഹായ്. ഹായ് രൺവീർ സർ, താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. കുറെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഞാൻ മറന്നുപോയിരിക്കുന്നു. ഇപ്പോ റീസെന്റ് ആയിട്ട് താങ്കളുടെ കൂടെ എത്ര ആക്ടേഴ്സ് ജോലി ചെയ്യുന്നുണ്ടോ, പിന്നെ ചെയ്യാൻ പോകുന്നവരും, അതിലാരാണ് താങ്കളുടെ ഫേവറേറ്റ് ആക്ട്രസ്? എൻ്റെ ഫേവറേറ്റ് ആക്ട്രസോ? ആക്ട്രസ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അതെ, ചോദ്യമാണ്. ബുദ്ധിമുട്ടുള്ള അതെ ചോദ്യമാണ്. സാർ, കുറച്ച് ഇങ്ങനെയൊക്കെ കഷ്ടമാണ്. പക്ഷെ ചോദിച്ചാ- പ്ലീസ് ഡിപ്ലോമാറ്റിക് ആവരുത് സാർ. ഇല്ല, ഞാൻ ഡിപ്ലോമാറ്റിക് ഒന്നും ആവില്ല. ഞാൻ കുറച്ച് സെൽഫിഷ് ആവും. കാരണം എൻ്റെ അടുത്ത പടം റോക്ക് സ്റ്റാർ റിലീസ് ആവുന്നത് കൊണ്ട് അവരുടെ പേര് പറയുന്നതാവും നല്ലത്. അതെ, നർഗീസ്. ഉത്തരം പറഞ്ഞതിന് വളരെ നന്ദി ഓക്കെ, സാർ. ഇപ്പോ പത്രപ്രവർത്തകരൊക്കെ നർഗീസിന്റെ പേരാണ് എഴുതുന്നത്. താങ്കൾ ഇതുവരെ ചെയ്ത സിനിമകളിലെല്ലാം ഏറ്റവും ഓക്വേർഡ് ആയിട്ടുള്ള സീൻ ഏതാണ് സർ? ഇഷ്ടമില്ലാതെ ചെയ്ത സീൻ ഏതാണ് ആ, സർ? ഞാൻ ടവൽ ഡാൻസ് ചെയ്തിരുന്നില്ലേ? ഓ. പിന്നെ അതെ സർ, വേറൊരു ഞാൻ ഷോട്ട്, പടം അതിൽ കണ്ടിരുന്നു. ഞാൻ എൻ്റെ ടവല് താഴെ ഇടേണ്ടി വന്നു. ആൻഡ് ഞാനൊരു സത്യം പറയാം സാർ, ആപ്കി അദാലത്തിൽ ഞാൻ കള്ളം പറയില്ല. ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓ. അത് ഭയങ്കര എംബാരസിംഗ് ആയിരുന്നു. പക്ഷെ സർ വളരെ ക്യൂട്ടാണ് സർ, വളരെ താങ്ക് യു സോ ക്യൂട്ട്. മച്ച്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. രൺവീർ, ഇതുപോലുള്ള റോൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്ത റോൾ ഞാൻ ചെയ്തിരുന്നേ നന്നായിരിക്കുന്നു താങ്കൾക്ക് തോന്നിയ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും തോന്നില്ല സാർ. പക്ഷേ ഏതെങ്കിലും ഒരു ആക്ടർ നല്ല സൂപ്പർ ഹിറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ, നല്ലൊരു പടം ചെയ്യുകയാണെങ്കിൽ, അത് എങ്ങനെയാ തോന്നുകയെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ അതിൽ ഞാനായിരുന്നെങ്കിൽ വളരെ നന്നായെന്ന് തോന്നും. പക്ഷേ എപ്പോഴും അത് നല്ല രീതിയിലാണ് ഞാൻ എടുക്കാറ്. അതൊരിക്കലും ഒരു നെഗറ്റീവ് വേയിലല്ല ഞാൻ ചിന്തിക്കുക. ഞാനൊരിക്കലും ആരുടെയും സിനിമകൾ ഫ്ലോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കില്ല, ആരും നശിക്കണമെന്നും ആഗ്രഹിക്കില്ല. ഐ തിങ്ക് ഇത് ഒരു നല്ല കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും.